അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ. അപ്പോൾ നമ്മൾ ദൂരോട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമല്ലോ, ഒരു ദിവസമൊക്കെ ഇങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്ന് പോവുകയോ അല്ലെങ്കിൽ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കി കൊണ്ടുപോയാലും വേറെ കറികളോ അങ്ങനെ ഒന്നും വേണ്ട, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറി ലീഫ് ചേർത്ത വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനതിനാവശ്യമായിട്ടുള്ള മുളക് ഇതാ എടുത്തിട്ടുണ്ട്. പിരിയമുളകും അല്ലാത്ത മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ആ പരുവത്തിനൊന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമാന്യം പുളിയുണ്ട്, ഒരുപാട് പുളിയല്ല, എന്നാൽ ഇച്ചിരി പുളിയുണ്ട്. അങ്ങനത്തെ മാങ്ങ എടുത്തേക്കണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ വറുത്ത് വെച്ച കടലപ്പരിപ്പും എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ടു, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കടലപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു പകുതി, വലുതാണെങ്കിൽ പകുതി മതിയാവും, ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സവാള ഒന്നും വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് കായം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതായ ആ മസാലക്കൂട്ട് നമ്മൾ തയ്യാറാക്കിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം മാങ്ങ പെട്ടെന്ന് വെന്ത് പോകും, ഒരുപാട് ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ അതാ ഈ പരുവത്തിലായിട്ടുണ്ട്. മാങ്ങ ഒരുപാട് അങ്ങ് അലുത്ത് പോകാൻ പാടില്ല കേട്ടോ. ഈ സമയം നമുക്ക് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് ചോറും കൂടെ ചേർക്കുക. അപ്പോൾ ഞാനിത് സാധാരണ വെള്ളരി ചോറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനി അല്ലാത്ത ജീര റൈസോ അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല മണമായിട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പം മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ അല്ലെങ്കിൽ നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസ് തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മാങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് ഇതൊന്ന് അലങ്കരിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് കഴിക്കുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഈ പച്ചമാങ്ങ ഒന്ന് കടിക്കാനും കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാംഗോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കരുതേ.